2020 മുതൽ 2026 വരെയുള്ള കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളും ചരിത്രവും പരിശോധിക്കുമ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ CPM-ന് വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കിയ, പൊതുജനങ്ങൾക്ക് CPM-നോട് അകൽച്ചയുണ്ടാക്കുവാൻ കാരണമായിട്ടുള്ള ഒരു യുവ വനിതാ നേതാവാണ് ആര്യ രാജേന്ദ്രൻ. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയോടുകൂടി CPM അവരെ മേയർ പദവിയിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് CPM ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. എന്നാൽ യുവ മേയറായിട്ടുള്ള ബേബി മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ പ്രവർത്തന രീതിയും, അതുപോലെ അവരുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളും, പൊതുവിടങ്ങളിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ള പെരുമാറ്റ മര്യാദ ലംഘനങ്ങളുമെല്ലാം CPM-ന് വലിയ തിരിച്ചടികളാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് KSRTC ഡ്രൈവറായിരുന്ന യദുവിനെ, അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയെ നടു റോഡിൽ തടഞ്ഞിട്ടുകൊണ്ട് ആര്യ രാജേന്ദ്രനും ഭർത്താവും മുൻ MLA-യുമായിട്ടുള്ള സച്ചിൻ ദേവും തെറി പറഞ്ഞ സംഭവമാണ്. അതിനുശേഷം ഈ യുവാവിനെ കള്ളക്കേസിൽ കൊടുക്കുകയും അയാളെ ജയിലിലടയ്ക്കുകയും അയാളുടെ ജോലി നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആര്യ രാജേന്ദ്രൻ്റെയും സച്ചിൻ ദേവിൻ്റെയും സമീപനങ്ങൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെമ്പാടും CPM-ന് വലിയ തിരിച്ചടികളാണ് സമ്മാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം നിയോജക മണ്ഡലത്തിലെ CPM-ൻ്റെ ഇടതുമുന്നണിയുടെ പ്രചരണ രംഗത്ത് പ്രചരണത്തിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ സാന്നിധ്യം തനിക്ക് വലിയ തിരിച്ചടിയായി എന്നും തൻ്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണമായി എന്നും മുൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടി തന്നെ തുറന്നടിച്ചിട്ടുണ്ട്. ആര്യ രാജേന്ദ്രൻ്റെ സാന്നിധ്യം സ്ത്രീ വോട്ടർമാരെ തനിക്കെതിരാക്കിയെന്നും ആര്യയെ കാണുമ്പോൾ വനിതാ വോട്ടർമാർ കാർക്കിച്ച് തുപ്പുകയായിരുന്നു എന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് പാർട്ടി വേദികളിൽ ശിവൻകുട്ടി ഉന്നയിച്ചത്. ഏതൊക്കെയാണെങ്കിലും CPM ഏറെക്കുറെ കൈവിട്ട ആര്യ രാജേന്ദ്രൻ ആത്യന്തികമായി DYFI എന്ന അവർ പ്രധാനപ്പെട്ട പദവി അലങ്കരിക്കുന്ന സംഘടനയിൽ നിന്നും പുറത്താകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആര്യ രാജേന്ദ്രനെ ഇത്തവണ DYFI വലിയ രീതിയിലുള്ള ഒരു പദവികളിലേക്കും പരിഗണിക്കുകയില്ല എന്നും അവരെ ഒരുപക്ഷെ ഏറ്റവും കീഴ്ഘടകത്തിലേക്ക് തരം താഴ്ത്തും എന്നുമുള്ള കൃത്യമായ സൂചനകൾ DYFI സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി ഏറ്റവും എളിമയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി DYFIയും ആര്യ രാജേന്ദ്രനും എന്ന വിഷയത്തിലേക്ക് എത്തുമ്പോൾ, ആര്യ രാജേന്ദ്രൻ CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇതിനു പുറമെ അവർ പാർട്ടിയിൽ യുവജന സംഘടനയിൽ വഹിക്കുന്ന ഏറ്റവും വലിയ സ്ഥാനമെന്ന് പറയുന്നത് DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വമാണ്. കേരളത്തിലെ DYFI ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പരമോന്നതമായ കമ്മിറ്റിയാണ് DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സ്വാഭാവികമായും DYFIയുടെ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖ നേതാവ് എന്ന നിലയിൽ DYFIയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടങ്ങളിലേക്ക് ഉദ്ഘാടകയായും, പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകയായും, പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകയായും, അല്ലെങ്കിൽ തന്നെ DYFI സംസ്ഥാന കമ്മിറ്റിയുടെ നിരീക്ഷകയായും ആര്യ രാജേന്ദ്രനെ നിയോഗിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ നടപടിക്രമമാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ മറ്റ് ബഹുഭൂരിപക്ഷം ആളുകളെയും ഇത്തരത്തിൽ പാർട്ടി അല്ലെങ്കിൽ സംഘടന ഈ സമ്മേളനങ്ങളിലേക്ക് ഉദ്ഘാടകരായി നിയോഗിക്കുകയോ നിരീക്ഷകരായി നിയോഗിക്കുകയോ ചെയ്യുമ്പോൾ ആര്യ രാജേന്ദ്രനെ ബോധപൂർവം മാറ്റി നിർത്തുന്നു എന്നതാണ് DYFI ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഉള്ള യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയെന്ന സ്വന്തം ജില്ലയിലെ സമ്മേളനത്തിലേക്ക് പോലും ആര്യ രാജേന്ദ്രന് കാര്യമായ രീതിയിൽ ഒരു അക്കോമഡേഷൻ നൽകുവാൻ DYFI തയ്യാറായിട്ടില്ല. അവരെ അവിടെ ഉദ്ഘാടകയാക്കുവാനോ നിരീക്ഷകയാക്കുവാനോ DYFI തയ്യാറായിട്ടില്ല എന്നത് ആര്യ രാജേന്ദ്രനെ DYFI എന്ന സംഘടന, CPM-ൻ്റെ യുവജന സംഘടന പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. ആര്യ രാജേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള അസാന്നിധ്യം, നിരീക്ഷക എന്ന നിലയിൽ പോലുമുള്ള അസാന്നിധ്യം ആരോ ചൂണ്ടിക്കാട്ടിയപ്പോൾ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ എത്തരത്തിലാണ് നിരീക്ഷകയായി നിയോഗിക്കുക എന്ന മറുചോദ്യമാണ് DYFIയുടെ പ്രമുഖ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിലെ അണിയറ സംസാരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോഴാണ് ആര്യ രാജേന്ദ്രന് ഇത്തവണ DYFIയുടെ നേതൃനിരയിൽ ഒരു രീതിയിലുള്ള അക്കോമഡേഷൻ കിട്ടുവാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നില്ല എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആര്യ രാജേന്ദ്രന് മാത്രമല്ല, അവരുടെ ഭർത്താവായതിൻ്റെ പേരിൽ മാത്രം സച്ചിൻ ദേവിനും DYFI എന്ന സംഘടനയിൽ കാര്യമായ പരിഗണനയൊന്നും ഇനിയും ലഭിക്കുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കുള്ളിലെ ഇത്തരം സംഘടനകൾക്കുള്ളിലെ അവരുടെ ഗോഡ്ഫാദർ എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മരുമകനായിട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള മുഹമ്മദ് റിയാസാണ്.
മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയും പിണറായിയുടെ മകളുമായ വീണ വിജയൻ്റെ സ്നേഹഭാജനം കൂടിയായിരുന്നു ആര്യ രാജേന്ദ്രൻ. എന്നാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംരക്ഷണവും ഇപ്പോൾ ആര്യ രാജേന്ദ്രന് നഷ്ടമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആര്യ രാജേന്ദ്രനെ ചേർത്ത് നിർത്തുന്നത് തൻ്റെ പ്രതിച്ഛായയ്ക്ക് കൂടി തിരിച്ചടിയാകുമെന്ന ഭയമാണ് റിയാസിനെ ഇത്തരത്തിൽ പിൻവാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷനായ എ റഹീമും ആര്യ രാജേന്ദ്രനെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു രീതിയാണ് പിന്തുടരുന്നത്. സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വി വസീഫിന് നേരത്തെ തന്നെ ആര്യ രാജേന്ദ്രനോട് താല്പര്യമില്ല എന്നതും വസ്തുതയാണ്. തിരുവനന്തപുരത്ത് തനിക്ക് സ്വീകാര്യതയില്ല എന്നും താൻ വെറുക്കപ്പെട്ടവളാണെന്നും നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ഭർത്താവായ മുൻ MLA ആയ സച്ചിൻ ദേവിൻ്റെ നാടായ കോഴിക്കോട്ടേക്ക് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മാറ്റി പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമങ്ങളും ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എന്നാൽ കോഴിക്കോട്ടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇതിനോടും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. ബാലുശ്ശേരി പോലെ CPMൻ്റെ ഉറച്ച കോട്ടയിൽ നിന്ന് ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് എന്ന ലേബൽ കൊണ്ട് മാത്രമാണ് സച്ചിൻ ദേവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലേക്കുള്ള ആര്യയുടെ കടന്നുവരവ് എതിർക്കപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ. ഏതൊക്കെയാണെങ്കിലും അങ്ങനെ സ്വന്തം നാടായ തിരുവനന്തപുരത്തും സ്വന്തം ഭർത്താവിൻ്റെ നാടായിട്ടുള്ള കോഴിക്കോടും ആര്യ രാജേന്ദ്രന് സ്വീകാര്യതയില്ല. അതിനാൽ തന്നെ ഇത്തവണ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും അവർ ഒഴിവാക്കപ്പെടും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. എന്നാൽ പ്രവർത്തിക്കുവാൻ പാർട്ടിയുടെ സംഘടനയുടെ ഏറ്റവും കീഴ്ഘടകമായിട്ടുള്ള ഏതെങ്കിലും ബ്രാഞ്ചിൽ പോലും അവരെ ഉൾപ്പെടുത്തുവാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിൻ്റെ മനോഭാവം അല്ലെങ്കിൽ സംഘടനാ നേതൃത്വത്തിൻ്റെ മനോഭാവം ഇത്തരത്തിലുള്ളതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു നേതാവിന് പ്രായപരിധി കഴിയും മുമ്പേ, അതായത് സംഘടനയിൽ പ്രവർത്തിക്കുവാനുള്ള പ്രായപരിധി കഴിയും മുമ്പേ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലും അക്കമഡേഷൻ ലഭിക്കാതിരിക്കുക എന്ന അപൂർവ സ്ഥിതിവിശേഷമാണ്. ഗുരുതരമായിട്ടുള്ള തരം താഴ്ത്തലാണ് ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ ഡിവൈഎഫ്ഐയിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഗ്ലാമറിൻ്റെ ഉത്തുംഗ ശൃംഖത്തിൽ നിന്ന് ഏറ്റവും കീഴോട്ടുള്ള ചെളിക്കുണ്ടിലേക്കുള്ള പതനമാണ് ഇത്തരത്തിലുള്ള വീഴ്ച എന്നതിനും തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും ആര്യ രാജേന്ദ്രനെ പോലുള്ള യുവ വനിതാ നേതാക്കളുടെ ധാർഷ്ട്യവും അഴിമതിയും നിറഞ്ഞ പ്രവർത്തന രീതി പാർട്ടിക്കുണ്ടാക്കിയിട്ടുള്ള ഡാമേജ് കൃത്യമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വമെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. CPMൽ പിണറായിയെ തിരുത്തുവാൻ കെൽപ്പില്ലാത്ത നേതൃത്വത്തെ പോലെയല്ല ഡിവൈഎഫ്ഐയുടെ നേതൃത്വം എന്ന് വിലയിരുത്തുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ആര്യ രാജേന്ദ്രനെ പോലുള്ള പുഴുക്കുത്തുകളെ അവർ ഇത്തവണ തീർച്ചയായും സംസ്ഥാന സമിതിയിൽ നിന്നല്ല ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് പോലും ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ സംഘടനയുടെ വിശ്വാസ്യത നേടിയെടുക്കുവാനുള്ള കരുത്തുറ്റ ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് നേതൃനിരയിലെ പ്രമുഖർ സധൈര്യം ഇപ്പോൾ വേദികളിൽ തുറന്നു പറയുന്നത്. അതിനുള്ള ആർജവം സംഘടനയ്ക്കുണ്ടാകുമോ? ഇപ്പോൾ കൈവിട്ടുവെങ്കിലും മുഹമ്മദ് റിയാസ് അവസാന നിമിഷമെങ്കിലും ആര്യയുടെ മാനം രക്ഷിക്കുവാനായി ഇടപെടൽ നടത്തുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഡിവൈഎഫ്ഐയുടെയും CPMൻ്റെയും വൃത്തങ്ങളിൽ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ എന്താണെന്നറിയുവാൻ ഇനി അല്പ ദിവസം കൂടി നമ്മൾ കാത്തിരുന്നാൽ മതിയാകും. അതുവരെയും ആര്യ രാജേന്ദ്രനുണ്ടായിട്ടുള്ള രാഷ്ട്രീയ ദുർഗതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.